ഹായ് ഓൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേര് ഹരിത എന്നാണ്. അതേപോലെ തന്നെ നാട് ആലപ്പുഴയിൽ കുട്ടനാടാണ്. ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം സമയത്ത്. ഈ വൈകുന്നേരമാണ് നമ്മുടെ ഇവിടെ നല്ല കാറ്റാണ് വൈകുന്നേരം. പൊടി അത്രയും തന്നെ പൊടിയും കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നിലവിലിപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അന്നേരം ഈ വൈകുന്നേരത്തെ ഈ ഒരു ദൃശ്യം ഒന്ന് എടുത്താലോ എന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചു. വൈകുന്നേരം ഇവിടെ മഴക്കാറൊക്കെ വരുമ്പം എങ്ങനെ ആയിരിക്കും കാണാനെന്നൊക്കെ. കണ്ടോ ഗൈസ്, അവിടെ നല്ല മഴക്കാറ് വെച്ച് നിൽക്കുന്ന കണ്ടോ? അത് കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയില്ലേ കൊയ്തൊഴിഞ്ഞ പാടത്ത് ഇതേപോലെ മഴ പെയ്യുമ്പോഴും മഴക്കാറ് വെക്കുമ്പോഴും ഉള്ള ആ വ്യൂ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ പാടത്തൊക്കെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ഇനി വെള്ളം പാടത്തേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ മീൻപിടുത്തക്കാരൊക്കെ പാടത്ത് വെള്ളം കയറ്റുന്നതിനനുസരിച്ച് അവരിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അതായത് നമുക്ക് ചാലൊക്കെ കാണുമല്ലോ, വെള്ളം പാടത്തേക്ക് എത്തുന്ന ജലസേചന മാർഗ്ഗങ്ങൾ. അപ്പോൾ അതിൽ ഇവർ മോട്ടർ വെച്ച് ചാല് വറ്റിക്കുകയും അതേപോലെ മീൻ പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതാണ് കേട്ടോ പാടത്തേക്ക് വെള്ളം, ആ കാണുന്ന ഇത് മോട്ടർ തറയെന്ന് പറയും. വെള്ളം പാടത്തേക്ക് കയറ്റുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ ചാലിലൊക്കെ എന്ന് പറയുമ്പോൾ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ മീൻപിടുത്തക്കാർ വൈകുന്നേരം അതേപോലെ പകലും അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴൊക്കെ വന്ന് മീൻ പിടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിനോട് ചേർന്നുള്ളൊരു കുളമാണ് കേട്ടോ. ഇത് മീൻ കുളമാണ്. ആക്ച്വലി ഇതിനകത്ത് നിറച്ച് മീനുണ്ട്. പക്ഷേ അത് ഇങ്ങനെ 1-2 വർഷം കൂടുമ്പോൾ ഇവർ ഈ വീട്ടുകാരാണ് ഇതിൻ്റെ ഉടമസ്ഥർ. വീട് കാണാൻ പറ്റുന്നില്ല, നിറച്ച് മാവും കാര്യങ്ങളും നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീട്ടുകാരുടെ കുളമാണിത്. അപ്പോൾ ഇവരിത് 1-2 വർഷമൊക്കെ കൂടുമ്പോൾ വറ്റിക്കാറുണ്ട്. അപ്പോൾ നിറച്ച് മീനായിരിക്കും. അതിനെല്ലാം സെയിൽ ചെയ്ത് നല്ലൊരു തുക ഇവർക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ ഇതിൽ നിൽക്കുന്നത് പോളപ്പൂവാണ് കേട്ടോ. ഇങ്ങനെ പോളപ്പൂ എന്ന് പറയും, കണ്ടില്ലേ ആ നീല കളറുള്ള. ഇത്ര ചൂടായിട്ടോ എത്ര മനോഹരമായിട്ടാണെന്നറിയോ പകലൊക്കെ നിൽക്കുന്നത്. കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് അതൊന്ന് എടുക്കണം. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചാലും വരമ്പും ഒക്കെ. ആ കാണുന്ന റോഡാണ് നമുക്ക് മെയിൻ റോഡോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ഉള്ള. ഇതിൽ ബസ് ഓട്ടം ഉള്ളതാണ്. ഈ റോഡിലൂടെ ബസ് ഓടുന്നതാണ് ആ കാണുന്ന റോഡ്. അതേപോലെ തന്നെ അത്യാവശ്യം തെളിഞ്ഞ വെള്ളം തന്നെയാണ് കേട്ടോ. നമുക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം എടുക്കുകയും ചെയ്യാം. കാര്യം വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. ഈ ഒഴുക്ക് നീട്ടിൽ അഴുക്കില്ലെന്നല്ലേ പൊതുവെ പറയാറ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് വെള്ളം കയറുന്നതാണ്. കാരണം നമ്മൾ കുട്ടനാട് പാടശേഖരത്തിനോട് ചേർന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ എത്ര വെള്ളം കയറിയിട്ടും നശിക്കാത്ത ഒന്നേ ഒന്നുള്ളൂ കേട്ടോ. അത് ഈ ചെത്തിയാണ്. അതിനോടും കൂടി ഏത് ചെടി വെച്ചാലും ആ ചെടിയെല്ലാം ഒരു 6 മാസ കാലാവധിക്കുള്ളിൽ എല്ലാം നശിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ കാണുന്ന ചെത്തി മാത്രം ഇത്ര വർഷമായിട്ടും അതങ്ങനെ പോകാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ചെത്തിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവുകയാണെങ്കിലും പറയണം കേട്ടോ. ഇത്ര വെള്ളം കയറിയിട്ട് നശിച്ചു പോകാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇനി വൈകുന്നേര സമയത്തിൽ ഈ ചാലിനോട് ചേർന്ന് ഈ പോത്തുംകുട്ടന്മാരെ ഇങ്ങനെ കെട്ടാറുണ്ട് കേട്ടോ. പാടത്തെ പുല്ല് കഴിക്കാനും അതേപോലെ ശരീരം നനക്കാൻ വേണ്ടി ചാലിൽ ഇവർ ഇറങ്ങി കിടക്കാറൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇവരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ആമ്പലാണ് ഈ കാണുന്നത്. ചാല് നിറച്ച ആമ്പലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നെടുത്താണ്. അപ്പോൾ ആമ്പലിൻ്റെ പൂവും ഉണ്ട് അതിൽ. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഇലയാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ചാല് അങ്ങ് റോഡ് വരെ നീളത്തിൽ കിടക്കുകയാണ്. അത് ഫുള്ളും അതിങ്ങനെ എന്താ പറയുക, വള്ളി പോലെ പടർന്ന് അങ്ങ് പിടിച്ചേക്കുവാണ്. കണ്ടില്ലേ, അതിൻ്റെ വള്ളിയാണ് ആ കാണുന്നത്. അതിൽ തന്നെയുണ്ട് അതിൻ്റെ സീഡും അതിൽ തന്നെയുണ്ട്. അത് വെള്ളത്തിലെ ഇപ്പം നമുക്ക് വീട്ടിൽ കുളമൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വള്ളി പോലെ പടർന്ന് പിടിച്ചോളും. അപ്പോൾ വൈകുന്നേര സമയത്ത് മഴക്കാറുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ, മഴവില്ലും ഉണ്ടായിരുന്നു. സാധാരണ മഴ പെയ്ത് തീരുമ്പോഴാണ് ഇങ്ങനെ കാണാറുള്ളത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്തതേ ഉള്ളൂ.
അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. താങ്ക് യു ഓൾ.